Edmund Wilson's Marxism and Literature, paragraph number 3. It starts with the information that actually it's already told Marx and Engels, they didn't have the tendency to specialize art as a weapon. Both of them did not show that kind of a tendency to see too much under the ideal of many-sided man of Renaissance. Marx and Engels, they were too much under the influence, or in a way the ideal of many-sided man, Renaissance man. They wanted to acknowledge that kind of a human being or human kind who are in search of knowledge, who are multifaceted, who are capable of some many who are multiple, highly skilled in different dimensions. So of the complete man, or the complete man, like Leonardo, who is a painter, engineer, mathematician. So you cannot curtail that person into one or two fold according to your means, according to your theory. So they were well aware of that fact. And like another person they mention is Machiavelli, another one who is a poet, സ്ട്രാറ്റജിസ്റ്റ്, ഹിസ്റ്റോറിയൻ. സോ പല കഴിവുകളിൽ ഒരാളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതാണ് അവരുടെ ഒരു രണ്ടുപേരുടെയും രീതി. റിനൈസൻസ് മാൻ ഐഡിയ ആണത്. അത് ബോത്ത് മാർക്സ് ആൻഡ് എംഗൽസ് കുഡ് go on with that kind of a stance. Before the division of labor had the effect of splitting up human nature and limiting everyone to a single function. ഇപ്പോൾ ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ വരുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. ഡിവിഷൻ ഓഫ് ലേബർ നമ്മൾക്കറിയാം, അതിനൊരുപാട് പൊളിറ്റിക്കൽ സ്ട്രാറ്റാസ് ഉണ്ട്, അതായത് അതിനൊരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. എലിനേറ്റിംഗ് ദി വർക്ക് ഫ്രം ദി വർക്ക് എന്നൊക്കെ പറയുന്നത് ഈ ഡിവിഷൻ ഓഫ് ലേബറിലാണ് അത് വരുന്നത്. അതായത് നോ വൺ ഈസ് കംപ്ലീറ്റ്ലി അവെയർ ഓഫ് വൺ തിങ്, ഓർ നോ വൺ ഈസ് പെർഫെക്റ്റ് ഇൻ ഡിഫറെൻറ്റ് ടാസ്ക്സ്. വൺ ടാസ്ക് ഹി ഓർ ഷീ മേ ബി ബെറ്റർ ഇൻ ഡൂയിങ്. അപ്പം ഈ രീതിയിൽ ലിമിറ്റ് ചെയ്യുമ്പോൾ പല കഴിവുകളുള്ളവരുടെ കഴിവുകൾ എവിടേക്ക് പോകും, അവരെങ്ങനെയത് ഹൗ ക്യാൻ ദേ ഷോ ദാറ്റ്, അല്ലെങ്കിൽ ഹൗ ക്യാൻ ദേ മേക്ക് യൂസ് ഓഫ് ദെയർ മൾട്ടിപ്പിൾ സ്കിൽസ്. അതുകൊണ്ടാണ് ആ ലിമിറ്റിംഗ് എവ്രി വൺ ടു ദ സിംഗിൾ ഫങ്ഷൻ അത് ഡിവിഷൻ ഓഫ് ലേബറിൽ വരുമ്പോഴും ഈ പറയുന്ന ആൾക്കാർ മാർക്സും എംഗൽസും ഒന്നും അതിനു വേണ്ടി തുനിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ആ രണ്ട് പേരെയും കഴിഞ്ഞു. ഇനി മെയിനായിട്ട് പറയുന്ന അടുത്ത മേജർ മാർക്സിസ്റ്റ് ലീഡറാണ് ലെനിൻ. So Marxist who is specialized himself as an organizer and a fighter. ലെനിൻ അത്യാവശ്യം ഫൈറ്ററൊക്കെ ആണ്, ഓർഗനൈസറാണ്. അപ്പോൾ കുറച്ചും കൂടി റൂളിംഗ് മോഡിലേക്ക് വരുന്ന ആളാണെന്നറിയാം. സോ ലെനിൻ സെൻസിറ്റീവ് ടു മ്യൂസിക്, ഹി ഈസ് വെരി സെൻസിറ്റീവ്, വാസ് വെരി സെൻസിറ്റീവ് ടു മ്യൂസിക് ലൈക്ക് മോസ്റ്റ് റഷ്യൻസ്. ഒരു ചില പ്രദേശങ്ങളിലെ ആൾക്കാർക്കൊക്കെ ഈ ഒരു ചില കാര്യങ്ങളോടുള്ള സംടൈംസ് ഇറ്റ്സ് അബൌട്ട് സർട്ടൻ കൈൻഡ്സ് ഓഫ് ഫുഡ്, certain kinds of music. Here it is about music as a whole. The Russians during that time they were fond of, and like everyone he was sensitive to music. Beethoven's music എല്ലാ ദിവസവും കേൾക്കണം. He wanted to listen every day Beethoven's music, marvelous, superhuman music എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് ലെനിൻ was really fond of music, especially that of Beethoven. And Lenin he screwed up his eyes, smiled sadly and said, "But I can't listen to music too often. It affects your nerves, makes you want to say stupid nice things. അതാണ്. അപ്പോൾ ഇഷ്ടമാണ് മ്യൂസിക് കേൾക്കാൻ, പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഹീസ് under too much of obligations to organize. Actually the society is in a very high ചേഞ്ച്. ഇവർ തന്നെ മുന്നോട്ട് വെക്കുന്ന ചേഞ്ചസും ആഹ്വാനങ്ങൾ, എക്സോർട്ടേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ മ്യൂസിക്കിലും ആർട്ടിലും ഒക്കെ ആയിട്ട് സെൽഫ് എംബൈബ്ഡ് ആയിപ്പോൾ വിൽ ബി ലോസ്റ്റ് ഇൻ ഇറ്റ് സെൽഫ് എന്നുള്ള ഒരു ഭയമാണ്. അതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തോടെയാണ് പറയുന്നത്, ഇറ്റ് അഫക്ട്സ് യുവർ നെർവ്സ്. ഇത് വേണം. I would like to listen. I am fond of this. He cannot stay away from appreciating that. But problem is, ഇത് നമ്മളെ നെർവിനെ എഫക്റ്റ് ചെയ്യും. പിന്നെന്താണ്, യു വോണ്ട് ടു സേ സ്റ്റുപ്പിഡ് നൈസ് തിങ്സ്. പക്ഷേ പറയുന്നതിൽ ലോജിക്കൽ. ഇപ്പോൾ ആർട്ടിസ്റ്റുകളോട് ഉള്ള ഒരു
കാഴ്ചപ്പാട് നമ്മൾക്കുണ്ട്. അതായത് ദേ ആർ നോട്ട് ഇൻ ദ റിയൽ വേൾഡ് മോസ്റ്റ്. ഇഫ് യു ആർ ഓഫ് എ ഹയസ്റ്റ് തിങ്കിങ്, ഹയസ്റ്റ് ക്രിയേറ്റീവ്, ഇഫ് യു ആർ അറ്റ് ദ ഹയസ്റ്റ് ക്രിയേറ്റീവ് ലെവൽ, ദെൻ ദിസ് ഹാപ്പൺസ്. അത് അവരുടെ രീതികളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദേ ആർ ഔട്ട് ഓഫ് ദി ഓൾവേസ് ദ റിയാലിറ്റിയിൽ കംപ്ലീറ്റ് ടൈമിൽ അവർക്ക് ദേ കനോട്ട് സ്റ്റേ. ഇതേപോലെയാണ് ഇവരിവിടെ പറയുന്നത്. ആൻഡ് സ്ട്രോക്ക് ദി ഹെഡ്സ് ഓഫ് പീപ്പിൾ ഹൂ കുഡ് ക്രിയേറ്റ് സച്ച് ബ്യൂട്ടി വൈ ലിവിങ് ഇൻ ദിസ് വൈൽ ഹെൽ. പിന്നെ അവരെന്താണ്, എങ്ങനെയാലും ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഒരു മ്യൂസിക്കിനോട് ഇഷ്ടമുണ്ട്, ബട്ട് സ്ഥിരം കേട്ടാൽ ഈ ഒരു സോഷ്യൽ ഇഷ്യൂസിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകുന്നുള്ളൊരു ഭയമാണ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഹി വാസ് ആക്ച്വലി ഫോണ്ട് ഓഫ്. അപ്പോൾ അതിൽ പറയുന്നത് ലാസ്റ്റ് പറയുന്നതാണ്, അതായത് ഇത്രയും വൈൽ ഹെല്ലാണ്. ദിസ് ഈസ് എ വെരി പ്രോബ്ലമാറ്റിക് സൊസൈറ്റി. ദ സൊസൈറ്റി ഡസൻ ഗിവ് ഫ്രീഡം ഓർ ഈക്വൽ റൈറ്റ്സ് ഓർ ഹാപ്പിനെസ് ടു എവ്രി വൺ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തും ഇങ്ങനത്തുള്ളൊരു വേൾഡിലും ഇത്രയും നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് ലെനിൻ പറയുന്നത്. സ്റ്റാലിനല്ല, ലെനിൻ പറയുന്നത്. ഈ ഒരു പാരഗ്രാഫിൽ അതിൻ്റെ ജസ്റ്റ് ഒരു ഭാഗത്ത് സ്റ്റാലിനെ റെഫർ ചെയ്യുന്നുണ്ട്. സ്റ്റാലിൻ വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ഇവരുടെ ഒക്കെയും സ്റ്റാൻഡ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി സ്റ്റാലിനിലേക്ക് നമ്മൾ വരിക. അപ്പോൾ അതിലെത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് കാണാം. അപ്പോൾ പക്ഷേ ഇവിടെ മ്യൂസിക്കിൻ്റെ റെഫറൻസ് വന്നതുകൊണ്ട് സ്റ്റാലിനെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. യെറ്റ് സ്റ്റാലിൻ വാസ് ഫോണ്ട് ഓഫ് പോയട്രി, ഫിക്ഷൻ ആൻഡ് തിയേറ്റർ ആൻഡ് ബൈ നോ മീൻസ് ഡോക്ട്രിനെയർ ഇൻ ഹിസ് ടേസ്റ്റ്. ഇതൊന്നും സ്വന്തം ടേസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കാൻ സ്റ്റാലിൻ തയ്യാറായിട്ടില്ല. കാരണം അതെന്താണെന്നൊരു ഭയമാണ്. ഇവർക്കൊക്കെയും ഇതുണ്ട്. അത് ലെനിനിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ലെനിൻ കുറച്ചും കൂടി ഒരു ലീനിയൻ്റ് ആണ്. ബട്ട് എന്നാലും അവിടെയും ഒരു സെൽഫ് കൺട്രോൾ ഹി ട്രൈസ് ടു ഇമ്പോസ് അപ്പോൺ ഹിംസെൽഫ്. ബിക്കോസ് അതിൻ്റെ റീസൺ ഇതാണ്, ഐ വിൽ ബി അവേ ഫ്രം മൈ duties, prior duties for main duties എന്നല്ല. അപ്പോൾ മെയിൻ ഡ്യൂട്ടി ഇവരുടെ കണ്ണിൽ ഇപ്പോൾ സോഷ്യൽ റവല്യൂഷനും പ്രോബ്ലംസ് ഡീലിംഗ് ഒക്കെയാണ്. ആൻഡ് സീക്കിംഗ് ടു ഇമ്പോസ് എ ഡോക്ട്രിൻ ഇൻ ഓൾ സർക്കംസ്റ്റൻസസ് വിത്തൗട്ട് റിഗാർഡ് ടു പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ്. ഈ ഡോക്ട്രിനറി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ എപ്പോഴും ഒരേ രീതിയിലാണ്. ഇപ്പോൾ പോയിട്രി ആണെങ്കിൽ അതിനൊരു രീതിയുണ്ട്, ഫിക്ഷൻ ആണെങ്കിൽ ആർട്ടാണെങ്കിൽ അതിനൊരു രീതിയുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡ് ഇവരുടെ ഈ ഒരു വർക്ക് സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ തിങ്കിങ് ആൻഡ് ആക്ടിവിസവുമായിട്ട് ഒത്തുപോകണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ ആ ഒരേ ടേസ്റ്റിലേക്കാണ് വരിക. ഇപ്പോൾ കമ്മ്യൂണിസം ആണെങ്കിലും മാർക്സിസം ആണെങ്കിൽ പോലും അതങ്ങനെയാണ്. അതുകൊണ്ടാണ് ലേറ്റർ ഓൺ ഇവർ ആർട്ട് ആസ് എ വെപ്പണായിട്ട് ചെയ്യാത്ത മാർക്സും എംഗൽസിനും പോലെയല്ല. സം ഓഫ് ദി മാർക്സിസ്റ്റ് തിങ്കേഴ്സ്, ലേറ്റർ ആക്ടിവിസ്റ്റ്, they really wanted to make art as a weapon. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ റീഡിങ്സൊക്കെ അത്രയും ഇൻ്റർപ്രിട്ടേഷൻസിനൊക്കെ എപ്പോഴും ഒറ്റൊരു അജണ്ടയേ ഉള്ളൂ, ടു ഫൈൻഡ് ഔട്ട് ദ സോഷ്യൽ തീംസ്. ഇഫ് ദേ ഡിഡ്ന്റ് ഫൈൻഡ് ദാറ്റ്, ദേ ഡിഡ്ന്റ് വോണ്ട് ടു അപ്രീഷിയേറ്റ് ദ വർക്ക്സ് ഓൾസോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇവരുടെ റീഡിങ്സിലും സ്റ്റാൻഡിലും. ഇതിന് സെൽഫ് കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന ലീഡേഴ്സിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം മാർക്സ് എംഗൽസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. they were never concerned even about whether some social political themes are there. First of all, they wanted to give importance to or attach importance to, pay attention to the aesthetic quality itself. പിന്നെ ഇനി പറയുന്നത് ഗോർക്കി says one day he saw Lenin with Tolstoy's War and Peace. ഗോർക്കി തന്നെ പറയണം, മാക്സിം ഗോർക്കി തന്നെ പറയുവാണ്, ഒരു ദിവസം ലെനിനെ നമ്മൾ വാർ ആൻഡ് പീസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റുമായിട്ട് ബുക്കുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല അപ്രീഷിയേറ്റിംഗ് വേർഡ്സാണ് ലെനിൻ ടോൾസ്റ്റോയിനെ പറ്റി പറയുന്നത്. വാട്ട് എ കൊളോസൽ എന്നൊക്കെയാണ്, വാട്ട് എ മാർവലസ്ലി ഡെവലപ്ഡ് ബ്രെയിൻ, എന്തൊരു ഡെവലപ്മെൻ്റ് ഉള്ള ഒരു ബ്രെയിൻ തോട്ട്സൊക്കെയാണെന്നാണ്. സോ ട്രമൻഡസ് അഡ്മിറേഷൻ ഫോർ ടോൾസ്റ്റോയ്സ് ജീനിയസ് ഹി ഹാഡ്. ലെനിൻ, സ്റ്റാലിനല്ല, സ്റ്റാലിൻ്റെ അത്രയും റെഫറൻസ് മാത്രമേ ഉള്ളതും പോയിട്രി കണക്ട് ചെയ്തിട്ടാണ്. ഇൻ ദിസ് പർട്ടിക്കുലർ പാർട്ട് യു ഗെറ്റ്, നോട്ട് അറ്റ് ഓൾ ആസ് എ whole narration upon Stalin. That will come only after discussing the stance of all these major thinkers. Then only we will be able to identify the difference in his attitude, in his dealing with art, not only art, and as a whole, as a leader, how he stands different. സോ ട്രമൻഡസ് അഡ്മിറേഷൻസ് പറഞ്ഞു. പിന്നെ അതായത് ടോൾസ്റ്റോയിനോട് പിന്നെ പറയുന്നത്, ബട്ട് വിത്ത് ആൻ അനാലിസിസ് ഓഫ് ഹിസ് നോൺ റെസിസ്റ്റൻസ് ആൻഡ് മിസ്റ്റിസിസം, നോട്ട് ഇൻ ടേംസ് ഓഫ് ദി സൈക്കോളജി ഓഫ് ദി ലാൻഡഡ് മൊബിലിറ്റി. ഇതൊന്നുമല്ല, ബട്ട് ഓഫ് ദി പാട്രിയാർക്കൽ പെസൻട്രി വിത്ത് ഹൂം ടോൾസ്റ്റോയ് ഹാഡ് ഐഡൻറ്റിഫൈഡ് ഹിംസെൽഫ്. അപ്പോൾ ചില കാര്യങ്ങളിൽ എവിടെയാണ്
ഇവരുടെ ജീനിയസിനെ അട്രിബ്യൂട്ട് ചെയ്തത് എന്നുള്ളതിലും ഡിഫറൻസ് ഉണ്ട്. അതായത് പാട്രിയാർക്കൽ പെസൻട്രി അല്ലെങ്കിൽ ടോൾസ്റ്റോയുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ലെനിൻ ആ രീതിയിലും അവർ ആ വർക്കിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ ലെനിൻ ടുവാർഡ്സ് ഗോർക്കി ഈക്വൽ ടു മാർക്സ് ടുവാർഡ്സ് ഹെയ്നെയാണ്. അപ്പോൾ ലെനിന് ഗോർക്കിനോട് ഒരു തരത്തിൽ എന്താണ്, ലെനിൻ സെറ്റ് ഗോർക്കി വുഡ് ബി ഹെൽപ്ഫുൾ ആസ് എ ജേർണലിസ്റ്റ് ഓൺ ദ സൈഡ് ഓഫ് ദി ബോൾഷെവിക്സ്. ഒരു ക്രിയേറ്റീവ് റൈറ്ററിന് കിട്ടാവുന്ന ഏറ്റവും മോശം കമൻ്റായിട്ടാണ് ജേർണലിസ്റ്റ് എന്ന്. അപ്പോൾ അത് ഗോർക്കിയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ടോൾസ്റ്റോയിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും അപ്രോച്ച് ചെയ്ത്, അതായത് ടോൾസ്റ്റോയുടെ വർക്കിനെ അപ്രോച്ച് ചെയ്തതിൽ ഒരു തരത്തിൽ നമുക്ക് മാർക്സും എംഗൽസിനെയും പോലെ പ്യുവർലി അത്രയും എന്താണ് വർക്ക് ഓഫ് ആർട്ട് എന്നുള്ള രീതിയിലാണെന്ന് പറയാനും പറ്റില്ല. ബിക്കോസ് ട്രമൻഡ് അഡ്മിറേഷനൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയൊക്കെയോ അവരുടെ ഒരു കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ലാൻഡഡ് മൊബിലിറ്റി, പാട്രിയാർക്കൽ പെസൻട്രി, ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ വി ആർ away from art, we are away from the real sense of the term of interpreting a work of art. അതാണ് എല്ലാ ഇൻ്റർപ്രിട്ടേഷൻസും അല്ല. വർക്ക് ഓഫ് ആർട്ടിനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, കാണപ്പെടാനും ഒരു വ്യക്തി അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. വി എക്സ്പെക്റ്റ് ഇൻ സർട്ടൻ വേസ്. അപ്പോൾ അത് ഇവിടെ പക്ഷേ സ്റ്റിൽ കമ്പയറിങ് ടു if you compare Lenin with Stalin, he is entirely different. കുറേ മാറ്റം, ഒരുപാട് ആറ്റിറ്റ്യൂഡിൽ ഡിഫറൻസ് ഉണ്ട്. ദിസ് ഈസ് ഓൾ വിത്ത് പാരഗ്രാഫ് 3 ഓഫ് മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ ബൈ എഡ്മണ്ട് വിൽസൺ. പാരഗ്രാഫ് 4 നമ്മൾ കാണാൻ പോകുന്നത് ട്രോട്സ്കിനെയാണ്. ആസ് എ ലീഡർ ഒരുപാട് കേട്ടിട്ടില്ല, കാരണം ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി വരുന്ന ഒരു ലീഡറാണ്. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, നെക്സ്റ്റ് സെഷൻ. ഓക്കെ, താങ്ക് യു.